ബിരിയാണി നമ്മൾ ഒരിക്കലും അങ്ങനെ കഴിക്കാറില്ല. പിന്നെ എന്താണെന്നറിയില്ല ബിരിയാണി ഉണ്ടാക്കാൻ. കുറേ നാളായിട്ട് ബിരിയാണി ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കുന്നതാണ്. അപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഞാൻ ചിക്കൂസ് ഡാനിൻ്റെ ഒരു റെസിപ്പി അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം അവരുടെ റെസിപ്പിയെല്ലാം ഞാൻ ഫോളോ ചെയ്യാറുള്ളതാണ്. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതാണ് റെസിപ്പി കണ്ടിട്ട്. നല്ല ഫുഡാണ്. മിക്ക ഫുഡും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിയാണ്. ഇതും ടേസ്റ്റ് തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ എഗ് ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിങ്ങനെ എടുത്തു വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ വർക്ക് ഈസിയാണ്, പെട്ടെന്ന് പരിപാടി കഴിയും. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പണി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മുട്ടയാണ്, പിന്നെ സവോള 2 അരിഞ്ഞത്, 3 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചത്, പുതിനയിലയും മല്ലിയിലയുണ്ട്. ഇതിനകത്ത് പറയുന്നത് മല്ലിപ്പൊടിയും പെരുംജീരകം കൂടെ കുതിർത്തി വെച്ചിട്ട് അരച്ചതാണ്. ഇത് ലെമൺ ജ്യൂസാണ്. ഇത് കുരുമുളക് പൗഡർ പൊടിച്ചത്. പിന്നെ ഇത് ഗാർണിഷിന് ആവശ്യമായിട്ടുള്ള നട്ട്സും മുന്തിരിങ്ങയും, പിന്നെ സവോള വറുത്ത് വെച്ചിരിക്കുന്നത്. പൊടി യൂസ് ചെയ്യുന്നത് ഗരം മസാല യൂസ് ചെയ്യുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ മുളക് പൊടിയുണ്ട്. പിന്നെ ഇത് അതിനകത്ത് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്, പക്ഷെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ പിന്നെ ഇതിന് മെഷർമെൻറ്റ് ഉള്ള സാധനങ്ങൾ, കേക്ക് ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളായിരുന്നു. അത് വേറെ ഉണ്ട്. ബിരിയാണി ഇങ്ങനെ എടുത്ത് വെച്ചാണ് പൊടിയായിരുന്നു എടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, പ്രിപ്പയർ ചെയ്ത് നോക്കാം. മോള് ട്യൂഷൻ കഴിഞ്ഞ് വരാതാകുന്നുള്ളൂ. അപ്പോൾ ആ സമയത്തേക്കിനൊക്കെ ആയാൽ മതി. നമ്മൾ കഴിക്കുന്ന ടൈമൊക്കെ ആയി വരുന്നത്. മോളോടെ വന്നതിന് ശേഷം കഴിക്കാവുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി, ചൂടോടെ കഴിക്കാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലായ്പ്പോഴും വീഡിയോയിൽ ഉണ്ടാക്കുന്ന അവരുടെ ഫുഡ് എപ്പോഴും എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാരണം നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് എല്ലാവരുടെയും റെസിപ്പി നോക്കുമെങ്കിലും എനിക്കിഷ്ടം ചിക്കൂസ് ഡാനിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ചിക്കൂസ് ഡാൻ റെസിപ്പി സ്പെഷ്യൽ എഗ് ബിരിയാണിയാണ് ഇന്ന് വൈകിട്ട് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇത് കുക്കറിൻ്റെ ഇതിനകത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇത് ഓയിൽ ഒഴിക്കുവാണേ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുവാണേ. അതെയല്ലേ. അപ്പം ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി കേട്ടോ. അതിനകത്ത് ഗ്രാമ്പും പട്ടയും ഏലക്കായും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇടുവാണേ. ഇട്ട് എണ്ണ ചൂടായി. അതിലേക്ക് സവോള, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് സവോള കേട്ടോ, അതൊക്കെ വഴച്ചെടുക്കണേ. അതെല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ്. അതോടെ നല്ലതായിട്ട് ഇട്ടൊന്ന് വഴറ്റും. നമ്മൾ പെരുംജീരകവും മല്ലിപ്പൊടിയും കൂടെ കുതിർത്ത് വെച്ച് അരച്ചതാണ്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. പ്രിപ്പയർ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ ബിരിയാണി ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി. ഒന്നാമത് ഇവിടെ എല്ലാവർക്കും പനിയും ഡയലാഗയൊക്കെ ആയിട്ടില്ല, അപ്പോൾ വായിക്ക് രുചിയില്ല. അതെ, അപ്പോൾ അങ്ങനെ ഇതൊക്കെ നല്ല സംഭവങ്ങളാണ്. വായിക്ക് രുചിയില്ലായിരിക്കും ഇങ്ങനെ കഴിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ടെൻഷൻ കൂടുമ്പോൾ ഫുഡ് കഴിക്കാനാണ് തോന്നുന്നത്. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു കേട്ടോ. ടെൻഷൻ കൂടുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ. എനിക്ക് ടെൻഷൻ കൂടുമ്പോഴാണ് ഫുഡ് കഴിക്കാൻ തോന്നുന്നത് ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ബിരിയാണി ആക്കിയേക്കാൻ വെച്ച് നോക്കാം, ശ്രമിക്കാം, ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. രുചികരമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. കാരണം ഞാൻ മുൻപ് ചെയ്തിട്ടുള്ളതാണ്, അത് അടിപൊളിയായിരിക്കും. അതിലേക്ക് വഴറ്റിയെടുക്കുവാണേ.
തക്കാളിക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നടന്നു, ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കേട്ടോ ഇട്ട് കൊടുക്കും. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരുണ്ട്. അത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും. പറഞ്ഞ മെഷർമെൻറ്റിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. നല്ല അത് തിളച്ചോട്ടെ. ജസ്റ്റ് ഒന്ന് വെച്ചപ്പോഴാണ് മുട്ടയിട്ട് കേട്ടോ. പ്രിപ്പയറാട്ടെ. മുട്ടയിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് മുട്ടയിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കണേ. ഇച്ചിരി മല്ലിയില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം തിളയ്ക്കുന്നുണ്ട് കേട്ടോ.